സർ ഓക്കെ നോക്കാം സാർ. റിമൈൻ ചെയ്യും. സ്റ്റോപ്പ്. നിക്ക്, ഞാൻ തുറക്കട്ടെ. അയ്യോ, എനിക്ക് പേടിയാകുന്നു. എല്ലാം വേഗം പാക്ക് ചെയ്യ്. നമുക്ക് ഇവിടുന്ന് ഉടനെ പോകണം. ഇവിടെ ശരിയാവില്ല. വിശക്കുന്നെന്ന് പറഞ്ഞു. അതാ ഞാൻ പിസ്സ ഓർഡർ ചെയ്തത്. ഇവൻ ചാവുന്നതിന്റെ അച്ഛൻ കാണണം. സാർ സാർ സാർ, ഞാനൊരു പിസ്സയും കൂടി തരാം. എന്റെ ഭർത്താവിന് ഒന്നും ചെയ്തേക്കില്ലേ? എനിക്ക് പിന്നെ വെക്കാൻ പോകുന്നത്. നിങ്ങൾ കൊല്ലേണ്ട ആൾ ഞാനല്ല. രണ്ടാമത്തെ പ്രാവശ്യം കൊറിയർ വന്നെങ്കിൽ ഓയിലല്ലേ വരേണ്ടത്? അല്ല, എന്റെ അമ്മായിപ്പന്റെ ഫോട്ടോ ആണ്. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവന്റെ കൈയും കാലും അടിച്ചോടിച്ച് അവനെ നടു റോഡിയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഒരു തീറ്റ അവനെ പലരും മണ്ടനാക്കിയിരിക്കുക. അവനെ വിടാൻ പാടില്ല. മനസ്സിലായല്ലോ എല്ലാവർക്കും. മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങണം, മൗനവ്രതം പാലിക്കണം. നിന്റെയൊക്കെ ഒരു അന്ധവിശ്വാസം. നീ ചെയ്താൽ മതി. പോയി നോക്കടാ. ഇതാ ഒരു തേങ്ങ വേണം, കുറച്ച് കുങ്കുമം അതിന്റെ കൂടെ വേണം. ചേച്ചി, എനിക്കും വേണം. ഇപ്പൊ തരാം. ഞങ്ങളുടെ പുറകെ ഇങ്ങനെ കറങ്ങിന്ന് വെച്ച് അച്ഛന്റെ മനസ്സ് മാറുമെന്ന് ഓർക്കണം. മനസ്സ് മാറിയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഞാൻ രക്ഷിക്കാനാ വന്നത്. ഒരിക്കലും മാറില്ലല്ലേ? അവന്റെ പടത്തിന് വേണ്ടി ഇത്രയും ദൂരം വന്നെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് വിശ്വസിക്കാനാവുന്നില്ല. ജീവിതത്തിൽ വിശ്വസിക്കാനാവാത്ത ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളും ചിലതൊക്കെ വിശ്വസിക്കണം. സാറേ, വന്ന് പ്രാർത്ഥിക്കും. സുബു, സത്യമായിട്ട് നിന്റെ അച്ഛൻ അപകടത്തിലാ. തേങ്ങയും കൊടുത്താ ചേച്ചി. ഇയാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇയാളെ നിനക്കറിയാവുന്ന ചോദിച്ചേ. അവനിപ്പോ ഞാൻ കണ്ടേ ഉള്ളൂ. നീ പോടാ. അവിടെ നീ എന്തായി കാണിക്കുന്ന അറിയോ നിനക്ക്? പറയുന്ന കേക്ക് നിക്ക. അർജുൻ, എന്താ ഇത്? നീ കാര്യം അറിയാതെ ഓരോന്ന് കാണിക്കുന്നേ. വന്ന് കാണിക്കടാ. അർജുൻ, Nah
എനിക്കൊന്നും അറിയത്തില്ല സാറേ. സാറേ സാർ എന്നെ വിട്ടേക്ക് സാറേ, എനിക്കൊന്നും അറിയത്തില്ല സാറേ. നിന്റെ അമ്മയപ്പനെ പറ്റി ചോദിച്ചിട്ടാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്ന അയാൾ ആര് കൊല്ലാനാ സാർ? രണ്ടാമത് വരുന്നവൻ അകത്തോണ്ടേക്ക്. ഓക്കെ സാർ, ഡീൽ. സാറേ, സാർ ആശുപത്രി കിടന്നപ്പോൾ സാറിന് വന്ന കൊറിയറായിരുന്നു. അച്ഛൻ ആരാ? മുംബൈയിൽ എന്താ ചെയ്തോണ്ടിരുന്നേ? ഇത്രയും പേര് ചേർന്ന് അച്ഛനെ എന്തിനാ കൊല്ലാൻ നടക്കുന്നേ? അമ്മ എന്തിനാ എപ്പോഴും മൗനവ്രതത്തിൽ ഇരിക്കുന്നേ? നിങ്ങൾ എന്തിനാ പെട്ടെന്ന് മുംബൈയിൽ ഇങ്ങോട്ട് വന്നേ? നമ്മൾ എന്തിനാ ഇനി അമേരിക്കയിലോട്ട് പോകുന്നേ? ഒന്ന് പറയാ അച്ഛാ. അച്ഛനോട് ഞാൻ ചോദിക്കുന്നത് പറയാൻ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ എങ്ങോട്ട് പോവാ? അച്ഛൻ പറഞ്ഞേ പറ്റൂ. ഞാൻ പറയാം. സത്യം, നിനക്ക് പ്ലാൻ തരുന്നു. माफी? हाँ? माफ करने के लिए मैं भगवान नहीं हूँ, शैतान हूँ। काहे? കെയ്ത്താണെന്ന് പറഞ്ഞിട്ട് ഫാനാണെന്ന് അറിഞ്ഞൂടെ? ചെകുത്താണെന്ന് പറയുന്നതാണ് ഡോൺ. Sir, please, sir, one chance, sir, one more, sir, please, sir. അപ്പൊ അത് ഡോൺ അല്ലേ? അയാൾ ഡോൺ അല്ലടാ. അല്ല, അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ആഴ്ചയിൽ 5 ദിവസം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന അദ്ദേഹം ശനിയാഴ്ച ഞായറാഴ്ചയും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു നടന് വേണ്ടി പ്രയത്നിച്ചിരുന്നു. मैं नाचूं, तुम नाचो, जितनी तुम प्यार से जी लोगे उतनी ही जिंदगी रंबा हो, संबा हो। कुछ कैरेक्टर है तो बोलूंगा. हीरो. मैं नाचूं, तुम नाचो. मुझको बाल को भी अपने कलर लगा दिया, अभी फेस को भी लगा दिया क्या? ഓരോരുത്തരും അവനവന്റെ ജീവിതശൈലിയിലെ ദുഷിച്ച കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം വേണ്ടെന്ന് വെക്കും. പക്ഷേ ഇദ്ദേഹം ഒരു നടനായി മാറുവാൻ വേണ്ടി 50 വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് One chance, sir, please, sir. ദുഷിച്ച പ്രവൃത്തികളെല്ലാം ശീലിച്ചത്. കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിതം പണയം വെച്ച് അദ്ദേഹം എന്തൊക്കെ ചെയ്തുവെന്ന് നിങ്ങൾക്കറിയോ? അങ്ങനെ എന്താ ചെയ്തത് ആന്റി? తకిట తకిట ధిమి నాట్యం తకిట తకిట ధిమి లాస్యం నమక చమక సహజం నతత్ ప్రకృతి పాదజం నర్తనమే శివ కవచం నటరాజ పాద సుమరజం.